നിർണായകമായ പത്തനംതിട്ട CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ CPIMന്റെ മുതിർന്ന നേതാവ് എ പത്മകുമാറിനെതിരായ സംഘടനാ നടപടി പാർട്ടി ഇന്ന് തീരുമാനിക്കും. പാർട്ടി പദവികളിൽ നിന്ന് പത്മകുമാർ പൂർണ്ണമായി പുറത്താകാനാണ് സാധ്യത. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ വിവരങ്ങളുമായുണ്ട്. ഷിജോ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിന്റെ പങ്കാളിത്തം സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്ന ചോദ്യം CPIM നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി നിലനിൽക്കുമ്പോൾ എ പത്മകുമാറിനെതിരെ കടുത്ത നടപടിക്ക് തന്നെ, പാർട്ടി നടപടിക്ക് തന്നെയല്ലേ സാധ്യതയുള്ളത്? അത് അങ്ങനെ തന്നെയാണ്. വലിയ കടുത്ത നടപടി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പത്മകുമാറിനെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയൊരു പശ്ചാത്തലത്തിൽ ഇതുവരെയും പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സമീപനം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മകുമാറിനെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാനും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും കഴിയാത്ത ഒരു ദുർഘട സാഹചര്യത്തിലായിരുന്നു CPIM നേതൃത്വം ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ പത്മകുമാർ ഏതാണ്ട് 105 ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്നു. ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ജില്ലാ നേതൃത്വം പത്മകുമാറിന് ഒരു വിശദീകരണ നോട്ടീസ് അയച്ചത്, കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിശദീകരണത്തിന് പത്മകുമാർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ നിരപരാധിയാണ്, തന്നെ കുടുക്കിയതാണ്, തന്നെ വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെടുക്കണം എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു പത്മകുമാറിന്റെ വിശദീകരണത്തിലുള്ള മറുപടി. എന്തായാലും അത് വളരെ വിശദമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗം ഏതാണ്ട് ഉച്ചവരെ നീണ്ടു നിൽക്കും. അതിനകത്ത് പത്മകുമാറിന്റെ വിശദീകരണത്തിൽ പാർട്ടി നേതൃത്വം, ജില്ലാ നേതൃത്വം ഇപ്പോഴും തൃപ്തരല്ല. അതായത് നമുക്കറിയാം, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ അറസ്റ്റിലായ ആ സമയം മുതൽ തന്നെ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് ജില്ലാ നേതൃത്വം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പത്മകുമാർ വിഷയം ജില്ലയിൽ സജീവമായിട്ട് പ്രചരണ വിഷയമായി മാറുമ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം മാറ്റി നിർത്തണം എന്നുള്ള നിലപാട് ചില അംഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പത്മകുമാറിനെ മാറ്റി നിർത്താനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ തെളിയുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് ഇനി ഒരു വേദിയിലും മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്ന ഒരു നിലപാട് ഒരുപക്ഷെ ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ മുന്നോടിയായിട്ട് തന്നെയാണ് ആറന്മുള നിയോജക മണ്ഡലത്തിന്റെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പത്മകുമാറിനെ അതിൽ നിന്ന് മാറ്റി മറ്റൊരാൾക്ക് പകരം ചുമതല കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ജില്ലയിലെ തന്നെ ഒരു മുതിർന്ന സ്വാധീനമുള്ള ഒരു വനിതാ നേതാവിന്റെ ഒരു കടുത്ത നിർബന്ധത്തെ തുടർന്ന് തന്നെയാണ് പത്മകുമാറിനെതിരെ വളരെ വേഗം തന്നെ വിശദീകരണം ചോദിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ജില്ലാ നേതൃത്വം തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ വിശദീകരണം ചോദിച്ചത്. എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുകയാണ്. ശരി, ഷിജോ കുര്യനാണ്. നിർണായകമായ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എ പത്മകുമാറിനെതിരായ നടപടി സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയ പഴയ MLA വട്ടിയൂർക്കാവിന് വേണ്ടെന്ന് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VK പ്രശാന്ത് 8 വർഷം മുൻപ് വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയതാണ് K മുരളീധരൻ. വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് MLA ബ്രോ എന്ന് വിളി തുടരാൻ സാധിക്കുമെന്നും VK പ്രശാന്ത് 24നോട് പറഞ്ഞു. അദ്ദേഹം മണ്ഡലം ഉപേക്ഷിച്ചു പോയ ആളാണ്. 8 വർഷം അദ്ദേഹം വട്ടിയൂർക്കാവിൽ MLA ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മണ്ഡലം ഉപേക്ഷിച്ചാണ് പോയത്. അദ്ദേഹം മടങ്ങി വരുന്നത് വലിയ അത്ഭുതം ഉണ്ടാക്കാനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടമായിട്ടുള്ള 8 വർഷവും ഈ കുറഞ്ഞ കാലഘട്ടം 6 വർഷവും തമ്മിലുള്ള കമ്പാരിസൺ ജനങ്ങൾ മനസ്സിലാക്കുമല്ലോ. ഏതാണ് വ്യത്യാസം എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ആ കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ, നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതം സൃഷ്ടിക്കാൻ വരുന്നവർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.